എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ സോഫ്റ്റായി തയ്യാറാക്കാൻ പറ്റുന്ന നൂൽപുട്ടിൻ്റെ റെസിപ്പിയാണ്. സാധാരണ ഉണ്ടാക്കുന്നത് വറുത്ത പൊടിയിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാനാണ് പതിവ്. ഇന്ന് കുറച്ച് വ്യത്യസ്തമായി തിളച്ച വെള്ളത്തിലേക്ക് പൊടിയിട്ട ശേഷം വാട്ടിയെടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറേ നേരത്തിന് ഇത് സോഫ്റ്റായിട്ടുണ്ടാവും. രുചിയും കുറച്ച് കൂടുതലായി തോന്നാറുണ്ട്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി 1.5 കപ്പ് പച്ചരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റായിട്ട് വരുന്നവരെ വറുത്തെടുക്കണം. എന്നാൽ കരിയാനും പാടില്ല. പാനിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. 3/4 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്. 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിക്കാം. വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോഴാണ് പൊടിയിടേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കൈകൾക്ക് ഒന്നുകൂടി സേഫ്റ്റിയാണ്. ചൂടുവെള്ളത്തിൽ കുഴയ്ക്കുമ്പോൾ കൈകളെല്ലാം നന്നായി ചൂടാവാറുണ്ട്. വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി പൊടിയിടാം. ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണം പൊടിയിട്ട് കൊടുക്കാൻ. നന്നായി മിക്സ് ചെയ്തെടുക്കാം. വെള്ളം നന്നായി അബ്സോർബ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതേപോലെ ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കൈ തൊടാൻ പറ്റുന്ന ചൂടേ ഉള്ളൂ. ഇനി നന്നായി കുഴച്ചെടുക്കാം. കൈ നനച്ച ശേഷം കുഴച്ചെടുക്കാം. ഇപ്പോഴും മാവിന് ചൂടുണ്ട്. എന്നാൽ കൈ പൊള്ളുന്നതുമായിട്ടുള്ള ചൂടൊന്നുമില്ല. ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ചൂടോടെ കുഴക്കണമെന്നില്ല. ഒന്ന് തണുത്തതിന് ശേഷം കുഴച്ചെടുത്താൽ മതി. കുഴച്ചെടുക്കുമ്പോൾ മാവ് ഒന്നുകൂടി സോഫ്റ്റ് ആവും. നൂൽപുട്ട് നന്നായി സോഫ്റ്റായി കിട്ടും. മാവ് റെഡി ആയിട്ടുണ്ട്. ഈ നൂൽപുട്ട് ഉണ്ടാക്കാം. എണ്ണ തേച്ച് തട്ടിലേക്ക് പിഴിയാം. പിഴിയുമ്പോൾ നമുക്ക് കൈകൾക്കൊന്നും ഒരു പ്രഷർ കൊടുക്കേണ്ട ആവശ്യമില്ല. അത്ര സ്മൂത്തായി തന്നെ മാവ് വരും. വേണമെങ്കിൽ തേങ്ങ ഇടാം. നൂൽപുട്ടിൻ്റെ കൂടെ തേങ്ങ ഇടുമ്പോൾ പ്രത്യേക രുചിയാണ്. ഇനി 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. നൂൽപുട്ട് റെഡി ആയിട്ടുണ്ട്. അടുത്തത് കൂടി വെക്കാം. നൂൽപുട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാകും വളരെ സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.